വൈകിട്ടായപ്പോൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ഇന്ന് പാൽ ചായയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ചില ദിവസം പാൽ കാപ്പി ആയിരിക്കും, ചിലപ്പോൾ കട്ടൻ ചായ ആയിരിക്കും, കട്ടൻ കാപ്പി ആയിരിക്കും, അങ്ങനെയാണ്. പിന്നെ ഓയിലും സവാള അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിലൊക്കെ കുപ്പിയിലാക്കി വെച്ചു. സവാള ദേ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിൽ ഈ ബ്രിട്ടാനിയുടെ ഈ ട്രീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സാധനം. ഇതിന് 2 ഫ്ലേവർ ഉണ്ട്, ഒന്ന് ചോക്ലേറ്റും ഒന്ന് വാനിലയും. ഇത് ചോക്ലേറ്റ് ആണ്. വാനില എനിക്ക് അത്ര ഇഷ്ടമല്ല, ചോക്ലേറ്റ് കുറച്ചുകൂടി ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതും കഴിച്ചു. പിന്നെ പരിപ്പോട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും ഒരെണ്ണെടുത്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രാത്രിയിലത്തേക്ക് കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ പകുതി എടുത്ത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള സവാളയൊക്കെ വഴിച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ പൊടികളെല്ലാം ചേർത്ത് ചിക്കനും കൂടിയും ചേർത്ത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചൂടുവെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു കറിയുടെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ. കറിയൊക്കെ സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് പാത്രം കഴുകി വെക്കാം കേട്ടോ. ചായ കുടിച്ചതിൻ്റെ ആ ഗ്ലാസും പാത്രമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ സവാള അരിയാനെടുത്ത പാത്രമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൂടെ ഇവിടെ ഒരാൾ വന്നിരിപ്പുണ്ട്. അവൾക്ക് ഇങ്ങനെ വെള്ളം കാണാനും പിന്നെ പുറത്തത്തെ പട്ടീനെയും പൂച്ചേനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വന്നിരിക്കണത്. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദേ കറി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ലോണം വെന്ത് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി റെസിപ്പിയുടെ വീഡിയോ താഴെ ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്, കയറി നോക്കിക്കോട്ടോ. ഇനി ഞാൻ പോയി ചോറിനട്ടെ.